ഹായ് ഹലോ നമസ്കാരം. നമുക്ക് ഈ ഒരു ഫിബ് റീട്രേസ് ടൂളിനെ പറ്റി പഠിക്കാം. ഫിബ് എക്സ്റ്റൻഷനെ പറ്റിയിട്ടാണ് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പ്ലേലിസ്റ്റ് എടുക്കുന്നുണ്ടാവും ടെക്നിക്കൽ ലേണിങ്ങിൽ. ഫിബ് റീട്രേസ് ആണെന്ന് നോക്കുന്നത്. ഈ രണ്ട് ടൂളും വേവ് തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൂളുകളാണ്. ഇതിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇതിലാണ് സൈസിങ്ങുകൾ നമ്മൾ മനസ്സിലാക്കുക. എത്ര പെർസെൻറ്റേജ് വരെ ഒരു പാറ്റേൺ മൂവ് ചെയ്യും. ഓരോ പാറ്റേണും ഓരോ സൈസിങ് ആണ്. ഇപ്പോൾ ഇത് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഞാൻ പൊതുവേ ഇതിനായി റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ യൂസ് ചെയ്യുക. ഇതിൽ കളറുകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ ട്രെൻഡ് ലൈൻ വയ്ക്കാം, ഓരോരുത്തർ ഇഷ്ടമാണ്. പിന്നെ ലെവൽ ലൈൻസിൻ്റെ സൈസ്, പിന്നെ കളറുകൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റി കൊടുക്കാം. ഞാനിതിൽ ഈ 1 കണ്ടോ, 1 തൊട്ട് 0 വരെയുള്ള ഇത്ര യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ഇത്ര ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇതെല്ലാം ഞാൻ ബ്ലാക്ക് അല്ലെങ്കിൽ വേറെ കളറായിട്ടാണ് ഉപയോഗിക്കുക. നമുക്കിഷ്ടമുള്ള കണ്ണിന് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ബാക്ക്ഗ്രൗണ്ടുകളൊന്നും വെക്കാറില്ല. ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കളയുന്നതായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൂടി വരുമ്പോൾ ആകപ്പാടെ ഉണ്ടാവും ഒരുമാതിരി വലിയ കളർ വരും. എനിക്ക് താല്പര്യമില്ല, കാരണം അത് ക്ലോസ് ചെയ്തിടും. നമുക്ക് കാണാവുന്ന രീതിയിൽ വെച്ചാൽ മതി. പിന്നെ പ്രൈസസ്, അതിൽ പ്രൈസ് കാണിക്കണമെങ്കിൽ പ്രൈസ് ഓണാക്കിയിടാം, ലെവൽ കാണിക്കണമെങ്കിൽ ലെവൽ ഓണാക്കിയിടാം. വാല്യൂസിലാണെങ്കിൽ വാല്യൂസിൽ പെർസെൻറ്റേജ് ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 70, 80, 23, 30, 80 എന്നൊക്കെ ഉള്ളത് പെർസെൻറ്റേജ് കാണാം. ഞാൻ പെർസെൻറ്റേജാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പെർസെൻറ്റേജ് മാറ്റിയിട്ടാലും വലിയ വ്യത്യാസമൊന്നുമില്ല. 0.58 അല്ലെങ്കിൽ 0.78 അങ്ങനെയൊക്കെ കാണിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ലെഫ്റ്റിലാണെങ്കിൽ അത് ആ അറേഞ്ച്മെൻറ്റ്സ് എവിടെ വേണമെന്ന് വെച്ചാൽ സെൻറ്ററിൽ കൊടുക്കാം. മിഡിൽ ആണെങ്കിൽ ആ ലൈനുകളുടെ മിഡിലാണെച്ചാൽ മിഡിൽ, അല്ലെങ്കിൽ ടോപ്പിൽ അതിൽ കണ്ടറിയാം. പിന്നെ അതിൻ്റെ സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മൾ മാറ്റി നോക്കുമ്പോൾ അറിയാം. ഫിബ് ബേസ്ഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മൾ ഫിബ് ലോഗരിതമെറ്റിക് ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിബ് ലെവൽസും ലോഗ് സ്കെയിലാക്കി മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് സൈസ് അറിയാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മാറ്റാറുള്ളത്. പിന്നെ ഞാനിത് റിവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ വരച്ച് ശീലിച്ചത് റിവേഴ്സിലാണ്. ഞാൻ റിവേഴ്സാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് അത് വെച്ച് ഡ്രാഗ് ചെയ്യാനാണ് എളുപ്പം. അതുകൊണ്ട് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ടൂളിൽ മൈ ടൂളിലാക്കിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാറ്റാണ്. ഇതിൽ ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് നടക്കണം. ഓക്കെ, ഈ ട്രെൻഡിൻ്റെ ബേസ്മെൻറ്റ് ഇതാണ്. നമ്മളിതിലൊരു ടാർഗറ്റായിട്ട് കാണുന്നത്, ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള മാതിരി 200%, 61 to 200% നമ്മൾ ടാർഗറ്റായിട്ട് കാണാം. ഇതിൻ്റെ കറക്ഷൻ വന്നിട്ട് 23% എത്തിയെന്ന് വിചാരിക്കുക. 23% ഫസ്റ്റ് സപ്പോർട്ട് റേഞ്ചാണ്. പ്രത്യേകിച്ച് വലിയ ടൈം ഫ്രെയിമിലാണെങ്കിൽ ഇവിടെ നല്ല സപ്പോർട്ട് എടുക്കും. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ട് വലിയ സപ്പോർട്ടൊന്നും എടുത്തിട്ടില്ല. ഓരോ ടൈം ഫ്രെയിമിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് ചില സ്ഥലങ്ങളിൽ ഇത് വർക്കാവുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ ആവാൻ 261 വരെ പോയാലും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. വീണ്ടും വലിയ രീതിയിൽ ഡ്രോപ്പ് ആവാം. അതായത് ഇതൊരു ബേസായി മാറുന്നില്ല 23-ൽ. ഇവിടെ തൊട്ട് 200 വരെ എത്തി തിരിച്ച് 23 വരെ എത്തിയിട്ട് കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ ഇതിനൊരു ബേസായിട്ട് കണക്കാക്കില്ല ഒരിക്കലും. ഇത് 38 വരെ എത്തിയതിന് ശേഷം കയറി റീടെസ്റ്റ് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇതൊരു ബേസ്മെൻറ്റായി മാറും. അതായത് ഞാൻ ഇവിടെ ഈ ബേസ്മെൻറ്റ് അളന്ന് ഇങ്ങനെ വെച്ചില്ലേ, ഇതിന് പകരം ഇതിനെ നേരെ കയറ്റിയിട്ട് ഇവിടെ 38% കൊണ്ടുപോയി. ഇനി അടുത്ത ഒരു ഇത് റീടെസ്റ്റ് ഇവിടെ 78 കിട്ടിയിട്ട് തിരിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് 26,600. അങ്ങനെയാണിത് കയറി പോവുക. ഓക്കെ, അതിന് നമുക്ക് മിനിമം വേണ്ട റീട്രേസ് 38%. അത് മാക്സിമം 50 വരെ വന്നാലും കുഴപ്പമില്ല. ഈ റേഞ്ചിൽ നിന്നിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി സ്ട്രൈറ്റ് ആയിട്ട് വോളട്ടൈലായിട്ടൊരു തേർഡ് വേവ് റീടെസ്റ്റിന് ശേഷം കയറി വരും. ഇവിടുത്തെ ഒരു റീടെസ്റ്റിന് ശേഷം എപ്പോഴും റീടെസ്റ്റ് 78% കിട്ടുക. 78% പോയിട്ട് റീട്രേസ് ചെയ്താൽ മാത്രമേ അതിനെ വിശ്വസിക്കുള്ളൂ. അതും റീട്രേസ് ചെയ്യുമ്പോൾ മിനിമം 38% ടോട്ടൽ സൈസിൻ്റെ ഉണ്ടായിട്ടുണ്ടാവണം. ഇത് ഈ റേഞ്ചിലൊക്കെ എത്തിയിട്ട് വേണം കയറിപ്പോവാൻ. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത്രയൊക്കെ റേഞ്ചിലേക്ക് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും. വോളട്ടൈൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഇനി ഇത് ഇറങ്ങി 61-ൽ എത്തിയതിന് ശേഷമാണ് കയറണമെങ്കിൽ മിക്കവാറും 78-ൽ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങി 61% ഇറങ്ങി വീണ്ടും കയറി അതൊരു കോൺട്രാക്റ്റിംഗ് ട്രയാങ്കിളായി മാറും. 61% നിന്ന് കൂടുതലും വരുന്നത് കോൺട്രാക്റ്റിംഗ് ട്രയാങ്കിളാണ്. ഓക്കെ, ഈ ഫ്ലാഗൊക്കെ പോലത്തെ. ഇനി 78% വരെ ഇറങ്ങിയിട്ടാണ് കയറുന്നതെങ്കിൽ, അതായത് 78% റീട്രേസ് വരെ വന്നിട്ടാണ് കയറുന്നതെങ്കിൽ അതൊരു എക്സ്പാൻഡിങ് ട്രയാങ്കിളാവും. ഇങ്ങനെ ഓരോ ലെവലിനും ഓരോ പാറ്റേണുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതാണ് തരുന്നത്. ഇപ്പോൾ ഈ 78 വരെ പോയതാണെന്ന് വെച്ചാൽ നേരെ കയറി കഴിഞ്ഞാൽ മാക്സിമം 127% പോവുക. അത് തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ധാരണ കിട്ടി. നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഏരിയനെ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റാലി കിട്ടും. കാരണം എക്സ്പാൻഡിങ് ട്രയാങ്കിളിൻ്റെ
ഫിഫ്ത്ത് വേവ് എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രെങ്ത്തുള്ള ഏറ്റവും ലെങ്തി ആയിട്ടുള്ളതാണ്. ഇപ്പം നിഫ്റ്റിയുടെ താഴേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 1 മിനിറ്റ് ക്യാൻഡിൽ അതാണ് സംഭവിക്കുന്നത്. ഇത്രയും മൂവ്മെൻറ്റ് ഒറ്റയടിക്ക് കിട്ടും. അപ്പോൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിബ് റീട്രേസിലെ കറക്ഷൻ പോയിൻറ്റുകൾ വെച്ചിട്ടാണ് എവിടെ തീർന്നിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുന്നു വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത മൂവ്മെൻറ്റ്സിനെ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഈ ടൂളിനെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റീഅറേഞ്ച് ചെയ്യുക. എപ്പോഴും ഇപ്പം ഈ ഒരു കറക്ഷനാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇത് ഇവിടെ നിന്ന് കയറുന്നു, ഇതിൻ്റെ കറക്ഷനാണ് അറിയണമെങ്കിൽ അതിൻ്റെ ടോപ്പിൽ 0 വരണം, ബോട്ടത്തിൽ 100 വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ അളവിനെ നോക്കുക. ഇനി ഇത് വന്ന് 100% അധികം താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, ഏകദേശം കണ്ടിന്യൂഷനായി ഈ ഒരു ട്രെൻഡ്, ഈ ഒരു ബേസ്മെൻറ്റ് പൊളിഞ്ഞു എന്നർത്ഥം. പിന്നെ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ബേസ്മെൻറ്റിൻ്റെ സൈസ് വെച്ചിട്ടാവും നമ്മൾ അടുത്തത് താഴേക്ക് നോക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന വേരിയേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ താഴേക്ക് നോക്കുക. എപ്പോഴും ഇതിൻ്റെ സ്ട്രെങ്ത്ത് വെച്ചിട്ട് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഒരു റേഞ്ചിൽ വെച്ചിട്ട് ഇത് ബ്രേക്ക് ഔട്ട് കിട്ടും. ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് റീടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടിന്യൂഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലെഗ് എവിടെയാണ് ഈ ലെഗ് വരുന്നത്, അല്ലെങ്കിൽ 38% ആണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരും, അല്ലെങ്കിൽ 61%, അല്ലെങ്കിൽ 72%. മാക്സിമം ഇത്രയൊക്കെ എത്തുമ്പോൾ നിന്നാലാണ് നമുക്ക് മുന്നിലേക്ക് പോകാൻ, അതായത് ആ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ട്രെൻഡ് ലൈൻ, ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ, ഫിബൊനാച്ചി റീട്രേസ്, ഇത് 3 ഉപയോഗിച്ചിട്ടാണ് വേവ് തിയറിയിൽ കാര്യങ്ങൾ അളക്കുന്നത്. പിന്നെ അതിനെ പോയിൻ്റ് ചെയ്ത് മാർക്ക് ചെയ്യാൻ മാത്രമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൽ എലിയറ്റ് വേവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ഷേപ്പിംഗ് ഒക്കെ എല്ലാത്തിനും ചിലപ്പോൾ ഒരുപോലെയൊക്കെ തോന്നും, പക്ഷേ ഈ സൈസുകൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സൈസുകൾ കറക്റ്റ് പഠിച്ചു വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ബാക്കിയുള്ള പാറ്റേൺസിനെ പ്രെഡിക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രെഡിക്റ്റ് ചെയ്ത് തന്നെ ട്രേഡ് പഠിക്കാൻ പറ്റുള്ളൂ. അവിടെ പ്രഡിക്ഷൻ നടത്താൻ പറ്റില്ല എന്നാരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും ട്രേഡിങ് ഇല്ല. അതായത് സ്കാൽപ്പിംഗ് മോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഹെവി റിസ്ക് ആണ്. നമുക്കൊരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. സ്റ്റോപ്പ് ലോസും കൃത്യമായിട്ട് പാലിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഫിബൊനാച്ചി റീട്രേസ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ഫിബൊനാച്ചി റീട്രേസ് ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിളാണ്. അതിൻ്റെ പ്രഡിക്ഷൻസ് ഞാൻ നടത്തിയിരുന്നതാണ്. ഐ മീൻ ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ എത്തിയപ്പോൾ ഇത് കറക്ഷനിലേക്ക് പോകുന്നു, ഇവിടെ സപ്പോർട്ട് ഉണ്ടെന്നും ഇത് ഇവിടെ നിന്ന് കയറി ഇത്ര എത്തുന്നു നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ. ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇത് 78%ഓളം റീട്രേസ് ചെയ്തൊരു സംഭവത്തെ ഞാനിങ്ങനെ വെച്ച് നോക്കിയതാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ വരുന്നതാണ്. 78% വന്നിട്ടുണ്ട്, ഇതിനകത്ത് ഏകദേശം 78% വന്നിട്ടുണ്ട്. സോ ഇത് 200 to 261 ഈ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് തിരിച്ച് ക്രാഷ് ചെയ്യും എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലായി. ഇപ്പം ഇത്രയും 200 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടോട്ടൽ സൈസാണ് നോക്കുക. അതായത് അവിടെ നിന്ന് ടോപ്പിലേക്ക് എത്രമാത്രം കയറുന്നോ അത്ര നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കും. ഈ 0 പോയിൻറ്റിനെ കയറ്റിക്കൊണ്ടിരിക്കും. ബോട്ടത്തിന് അവിടെ തന്നെ ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് 78% ഇത് കറക്റ്റ് ചെയ്യണമെന്നാണ് മിനിമം. ഇവിടെ ആയിരിക്കും മെയിനായിട്ടുള്ള സപ്പോർട്ട് വരിക. ഈ സപ്പോർട്ട് കൂടി പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള നിഫ്റ്റിയുടെ അപ്പ് ട്രെൻഡ് സൈഡ്, അതായത് ഇങ്ങനെയുള്ള അപ്പ് മൂവ്മെൻറ്റ് അതിന് നേരെ ബോട്ടത്തേക്ക് കൊണ്ടുപോകുന്നത്, അതൊരു ബെയറിഷ് മോഡിലേക്ക് ക്ലിയർ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫെബ്രുവരി ട്രേസ് വെച്ചിട്ടാണ് നമ്മളെ സ്ട്രെങ്ത്തുകൾ മനസ്സിലാക്കുന്നത് ബേസ്മെൻറ്റിൻ്റെ. ഇതിൽ 1 ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൊത്തം സൈസിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാറ്റേണിൻ്റെ ഒരു ബേസ്മെൻ്റ് ഉണ്ട്. 26,000 കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്ന ആ ഒരു ഹൈക്കിന് ശേഷം ഉണ്ടായ കറക്ഷൻ, അത് 38% വരെ മിനിമം വരണം എന്നാണ്. ഇതിനിടയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് വലിച്ചു കയറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇത് സസ്റ്റെയിൻ ചെയ്യുമോ അതോ ഇനിയും ഇങ്ങോട്ട് വരണം? 50% വരെ വരാം, 38% മിനിമം മുട്ടേണ്ടതായിരുന്നു. അവിടെ എത്രയും മുമ്പ് വലിച്ചു കയറ്റി കൊണ്ടുപോയി ചെയ്തത്. ഇത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ 24,480 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് വരെ വന്നിട്ട്, അതായത് മാർക്കറ്റ് ഫെബ്രുവരി ട്രേസ് പ്രകാരം മാക്സിമം ഈ ഒരു ഏരിയ വരെ വന്നിട്ട് തിരിച്ച് കയറി റീടെസ്റ്റ് ചെയ്ത് കയറി കഴിഞ്ഞാലേ കണ്ടിന്യൂഷൻ വരുന്നുള്ളൂ. അതുവരെ മാർക്കറ്റ് ബുള്ളിഷാണെന്ന് നമുക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മാർക്കറ്റിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ബോട്ടം തെറ്റി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ബൈയിങ് ആണ്. എന്ത് ബൈ ചെയ്ത് വെച്ചാലും പിന്നെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുകയും അതൊരു 35 അബോവ് വരെ പോകാനുള്ള ഒരു മൂവ്മെൻറ്റാണ് നിലവിലുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. അതാണ് ഫെബ്രുവരി ട്രേസിൻ്റെ സൈസുകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതിൽ പാറ്റേണുകളെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. പാറ്റേണുകൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുമ്പോഴാണ് ഈ ടൂളുകളുടെ ശരിക്കുള്ള ക്യാരക്ടർ മനസ്സിലാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് അത് യൂസ് ചെയ്യുന്ന രീതി കാണിച്ചെന്ന് മാത്രം. അതിൽ പ്രധാനമായിട്ടുള്ള പോയിൻറ്റുകൾ വരുന്നത് ഒന്ന് 50%-ലുണ്ട്,
61% ഗോൾഡൻ റേഷ്യോ ആണ്, 72% കുറേ കൂടി കണ്ണിങ് ആണ്. ഈ ഒരു റേഞ്ചിലൊക്കെ എത്തുമ്പോൾ ഫ്രീ ബൈയിങ് ആണ്, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇവിടെ ബൈ ചെയ്യാം. അതായത് ഒരു ട്രെൻഡ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രെൻഡിൽ നിങ്ങൾ വരച്ച് വെച്ചിട്ട്, അതായത് തിയറി ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു ട്രെൻഡിൽ വരച്ച് വെച്ചിട്ട് ഒരു ട്രെൻഡ് നടക്കുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിൻ്റെ മൂവ്മെൻറ്റ്സ്, അതായത് ആ ട്രെൻഡിൻ്റെ മൂവ്മെൻറ്റ്സ് തോട്ടുമ്പോഴേക്കും വരും, ഇങ്ങനെ പോവില്ലേ, ഇങ്ങനെ പോകുന്നതിനെ നിങ്ങൾ ഫിബ് റീട്രേസ് വെച്ചിട്ട് മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് ഈ ബോട്ടത്തിൽ പ്രീവിയസ് ലോയ്ക്ക് വരച്ച് വയ്ക്കുക. ഇതിൻ്റെ 78% എത്തുമ്പോൾ ഫ്രീ ബൈയിങ് ആണ്. മിനിമം ഇതിൻ്റെ പകുതി വരെ പോകാതെ ഇത് ബ്രേക്ക് ചെയ്യാൻ പോലും ഇത് വരത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ. വോളട്ടൈലിറ്റി ഇല്ല. ഇതിനെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കുക. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു സ്കാൽപ്പ് മോഡ് കിട്ടും. എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ആ ടോപ്പിലേക്ക് കയറ്റി വെച്ചിട്ട് പകുതി വരുന്നത് ഓപ്ഷൻ ബൈയിങ് ഒക്കെ ചെയ്യുമ്പോൾ സുഖമാണ്. ഈ ട്രെൻഡിലും ബ്രേക്ക് ആവണ വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മൂവ്മെൻറ്റ് ഇങ്ങനെ കൊണ്ടുപോകും. എത്രമാത്രം മൂവ്മെൻറ്റ് മുകളിലേക്ക് വരുന്നുണ്ടോ ഇതിൻ്റെ പകുതി നിൽക്കുമ്പോൾ വിറ്റിട്ട് മുകളിൽ കയറിയെന്ന് കാണുമ്പോൾ വീണ്ടും അടുത്ത മൂവ്മെൻറ്റ്സ് മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ നേരെ ഈ ടൂളിന് ഇങ്ങനെ കുഴപ്പമുണ്ട്. കമ്പ്യൂട്ടറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് മര്യാദയ്ക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതല്ല ആ പെൻ ടൂള് അതൊരു മാതിരി തല്ലിപ്പോയതല്ല. അപ്പോൾ കയറ്റി കൊണ്ട് ഓരോ ഹൈ വരുമ്പോഴും കയറ്റി വയ്ക്കുക, വെയിറ്റ് ചെയ്യുക, 72% കെട്ടിയെടുക്കുക, തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ശരിക്കും 5 മൂവ്മെൻറ്റ്സ് ആണ് വരുന്നുള്ളൂ. 5 മൂവ്മെൻറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്ഷൻ വരുന്നതാണ് പറയുക. അപ്പോൾ നമുക്ക് പാറ്റേണുകൾ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ച് നിർത്തണം എന്ന് കൂടി അറിയാൻ പറ്റും. നിർത്തണമെങ്കിൽ പോലും ആ ഒരു ബൗൺസിങ് എപ്പോഴും കിട്ടും. ഇപ്പോൾ താഴത്തേക്ക് ഇതിങ്ങനെ വന്ന് നമ്മളിപ്പോൾ ഇവിടെ നിർത്തും, പക്ഷേ ഇത് താഴത്തേക്ക് പോയി ട്രെൻഡിലേയും ബ്രേക്ക് ആവാൻ നിൽക്കുകയാണ്. ലോവർ ഈ ഒരു സൈഡിൽ വന്ന് ഇടിക്കുന്ന നമുക്ക് തോന്നുന്നു. ആ സമയത്ത് നമുക്ക് അവിടേക്ക് വന്ന് ഇടിക്കുകയാണെങ്കിൽ പോലും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ഇത് തിരിച്ചു വരുള്ളൂ. അപ്പോഴാണ് ഇവിടെ ബ്രേക്ക് ആവുന്നത്. സോ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ സെൻറ്റർ വരെ പോകുമ്പോൾ നമുക്ക് സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങിപ്പോരാന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ക്യാൻഡിലൊക്കെ വെച്ചെങ്കിൽ നല്ല പോയിൻറ്റ്സും കിട്ടും. ടൈം ഫ്രെയിം കൂടുന്നതനുസരിച്ച് പോയിൻറ്റ്സ് കിട്ടും. സ്വിങ് ചെയ്യണവർക്കാണെങ്കിൽ 1 hour 1 day ക്യാൻഡിലൊക്കെ വെച്ചിട്ട് സ്വിങ്ങും ചെയ്യാൻ പറ്റും ഈ അങ്ങനത്തെ പൊസിഷൻ എത്തുമ്പോൾ. ഇത് ഫിബ് റീട്രേസിൻ്റെ പ്രത്യേകതയാണ് 72% നിന്നുള്ള ഒരു കറക്ഷൻ. പകുതി ചിലപ്പോൾ 50 എന്നൊക്കെ കയറിപ്പോവും, പക്ഷെ നമുക്ക് 70 എത്തുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ എടുത്താൽ മതി എന്ന് വിചാരിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇങ്ങനെ ഫിബിന് അങ്ങനെ കുറേ കളികളുണ്ട്. പാറ്റേൺ പഠിക്കുമ്പോൾ ബാക്കിയുള്ളത് നോക്കാം.